നമുക്കിന്ന് ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാതെ അതിന് വേണ്ടിയിട്ട് ചേനയുടെ തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പുറംതൊലി നമുക്ക് ചെത്തി കളഞ്ഞിട്ട് വേണം തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെത്തി മാറ്റുവാണ്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തണ്ടുകളെല്ലാം വൃത്തിയാക്കണേ. അതിനുശേഷം കഴുകിയിട്ട് വേണം നമ്മൾ കൊത്തി അരിയാനായിട്ട്. ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കൊത്തി അരിഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ എല്ലാ തണ്ടുകളും നമ്മൾ കൊത്തി അരിഞ്ഞ് വെക്കണേ. നമ്മൾ എടുത്തിരിക്കുന്ന തണ്ടുകളെല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത എക്സസ് ആയിട്ടുള്ള വെള്ളവും അങ്ങനത്തെ ഇപ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ തോരൻ കുറച്ച് ഡ്രൈ ആയിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഉപ്പിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെയാണ്, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഞെരടി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് പിഴിഞ്ഞെടുത്തതാണ്. ഒരു 2-3 വട്ടം നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് ഞെക്കി പിഴിയുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളമെല്ലാം പോയി കിട്ടും. ഇപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം. ഈ സമയം കറിവേപ്പിലയും കൂടി ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് ചേനത്തണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒരു ആവശ്യമുള്ള തേങ്ങയും അതിനകത്ത് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ജീരകവും ചെറിയ തോതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചതച്ച് വെച്ചിരുന്ന അരപ്പാണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്താണ് ഈ തോരൻ റെഡിയാക്കിയിരിക്കുന്നത്. ഈ സമയം നമുക്ക് ഉപ്പൂടെ കറക്റ്റാണോ നോക്കാം. എന്നിട്ട് തുറന്ന് വെച്ച് ചിക്കി എടുത്ത് വെള്ളം പറ്റിച്ചെടുത്താൽ മതിയാവും. കാരണം ചേനത്തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പയർ ഞാൻ സെപ്പറേറ്റ് വേവിച്ചാണ്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തോരൻ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള